ഹലോ, നമസ്കാരം. ഹലോ, നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? എനിക്കില്ലേ മനസ്സിലൊരു ഒരു ഒരു ഡെഫിനിഷനോ എന്തെങ്കിലും ഉണ്ടാവില്ലേ? എന്താണ്? ആരെങ്കിലും ഒരാൾ ഹൂ ഇസ് എ ഡോക്ടർ? ആരെങ്കിലും ഒരാൾ. ഓ, ദാറ്റ് ഈസ് വെരി ഗുഡ്. ഒരു കയ്യടി. പേര് ഫിസ, സെക്കൻഡ് ഗോഡ്. പക്ഷെ അത്രയ്ക്കൊന്നും എലിവേറ്റ് ചെയ്യണ്ട. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, എ ഡോക്ടർ ഇസ് വൺ ഹു ഹീൽസ് എന്ന് പറഞ്ഞാൽ സാന്ത്വനം കൊടുക്കുക, ആശ്വാസം കൊടുക്കുക. അത് മരുന്നായിട്ടാവാം, നല്ല രണ്ട് വാക്കുകളായിട്ടാവാം, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത്. ചിലപ്പോൾ വീട്ടിലൊന്നും അവർക്ക് ആരും ഉണ്ടാവില്ല പറയാൻ. അപ്പം അവർ പറയുന്നത് കേൾക്കാൻ ഒരു നല്ല കേൾവിക്കാരനോ കേൾവിക്കാരിയോ ആയിട്ട് ഇരുന്ന് കൊടുത്താൽ മതി. അവരുടെ പകുതി അസുഖങ്ങൾ തീരും. എൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു, മുമ്പത്തെ കാലത്തെ ഡോക്ടറായിരുന്നു. അപ്പം അച്ഛൻ പല കഥകളും പറയും. രാത്രി ഊണ് കഴിക്കാനിരിക്കുമ്പോൾ പല കഥകളും പറഞ്ഞ് എനിക്ക് ഓർമ്മ ഉണ്ട്. അച്ഛൻ പറയും, ഇന്നിപ്പോൾ ഒരു സ്ത്രീ വന്നു. അവർ പറഞ്ഞു, ഡോക്ടറെ, ഞാൻ വന്ന് ഡോക്ടറെ കണ്ട് 2 വാക്ക് സംസാരിച്ചപ്പോഴേക്കും എൻ്റെ അസുഖമൊക്കെ പോയി. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. എന്താ വെച്ചാൽ അവർക്ക് തോന്നുകയാണ് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കേട്ട് കൊടുക്കണം. ദാറ്റ് ഇസ് വൺ. ഡോക്ടർ ഇസ് സംബഡി ഹൂ ഹീൽസ്. സോ ബി ദ ഹീലർ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പോൾ ബീച്ചിൽ എപ്പോഴാണ് പോവുക? ഒരു ഔട്ടിങ്ങിന് പോവും അല്ലേ? പാർക്കിലോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ എപ്പോഴും പോവാം? ഫാമിലിയോട് കൂടി ഹാപ്പി ആയിട്ട് അല്ലേ? അല്ലെങ്കിൽ ട്രിപ്പിന് പോവും. ആരെങ്കിലും സന്തോഷിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോവോ? ഇല്ലല്ലോ. ആരെങ്കിലും പോയിട്ടുണ്ടോ? ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിനെ, ചെറിയ കുട്ടികളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവും. പക്ഷേ ഒരു മനുഷ്യൻ, ഈ ഞാനടക്കം, ഒരു ഹോസ്പിറ്റലിൽ ഈശ്വര പേഷ്യൻ്റായിട്ട് പോകരുതെന്ന് വിചാരിക്കുന്ന ആളാണ് അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ നാളെ ഡോക്ടേഴ്സായി ഒരു ഹോസ്പിറ്റലിൽ നിങ്ങളൊക്കെ സേവനം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആൾക്കാർ നിങ്ങൾക്ക് പറ്റണ ഹെൽപ്പ് ചിലപ്പോൾ നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ആവില്ല. പക്ഷെ എന്നാലും ഒരു ഫോണ് വിളിച്ചതാ, ഞാൻ ഇന്നാളെ അങ്ങോട്ട് അയക്കേണ്ട കേട്ടോ, പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു വഴികാട്ടിയാണ്, ഈ ഒരു എക്സ്ട്രാ ഹെൽപ്പ്. ഗോ ദ എക്സ്ട്രാ ഇഞ്ച് ടു ഹെൽപ്പ് സംബഡി. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. മൂന്നാമത്തെ കാര്യം കുറച്ചും കൂടി വൈകാരികമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊക്കെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് കേൾക്കും. എല്ലാവരും പുറത്തേക്ക് പോവാ, ഇവിടെ ഡോക്ടർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? എല്ലാവരും പറയണ കാര്യം. അങ്ങനെയൊന്നുമില്ല. കുറേ ഹാർഡ് വർക്ക് ചെയ്യണം ഇവിടെ. പുറത്ത് കുറച്ചും കൂടി ചിലപ്പോൾ ഫ്യൂ അവേഴ്സ് കുറച്ചും കൂടി നല്ല സാലറി ഒക്കെയോ. എന്നാലും നിങ്ങളിൽ പറ്റുന്നവർ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ഹാർഡ് വർക്കൊക്കെ നിങ്ങളുടെ നാടിന് കൊടുക്കുക. നിങ്ങളുടെ പുട്ട് യുവർ ഇൻപുട്ട് ഇൻ ടു യുവർ ഓൺ ലാൻഡ്, യുവർ ഓൺ പീപ്പിൾ. ദിസ് ഈസ് യുവർ പ്ലേസ്. മേക്ക് ഇറ്റ് എ ബെറ്റർ പ്ലേസ് ആൻഡ് ഡു യുവർ ബെറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ്. വളരെ നല്ലൊരു പരിപാടിയാണ്. ഇവരുടെയൊക്കെ പേഷ്യൻസ് ഇന്ന് കുറച്ച് വ്യത്യാസമാണ്. ഞാൻ കാണുന്ന പേഷ്യൻസ് എന്നോട് അവർ സംസാരിക്കാറില്ല, അവരൊക്കെ ഉറങ്ങുമായിരിക്കും. ഞാൻ അനസ്തറ്റിസ്റ്റാണ്. അപ്പോൾ അവരുടെ ബൈസ്റ്റാൻഡേഴ്സുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. പേഷ്യൻറ്റിനോട് ജസ്റ്റ് ഹലോ, ഞാൻ ഇന്ന ആളാണ്, ഇപ്പോൾ അത് ഓർക്കാൻ പോവാണ് കേട്ടോ, അല്ലെങ്കിൽ ആ സ്പൈനിൽ തരാൻ പോവാണ് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കൺഗ്രാജുലേഷൻസ് ടു ഓൾ ഓഫ് യു. വിഷിംഗ് യു എ സ്പാർക്ലിംഗ് സക്സസ്. താങ്ക് യു.